സർവാദരണീയരെ, പ്രിയപ്പെട്ടവരെ, മഴമിഴിയുടെ ചിരസ്മരണ എന്ന സീരീസിലെ 7-ാം ദിനമാണ് ഇന്ന്. പ്രതിഭ കൊണ്ട് മരണത്തിനപ്പുറവും ജീവിക്കുന്നവർ, അവർ സമൂഹത്തിന് നൽകിയ വഴിവെളിച്ചങ്ങൾ, അവരുടെ ജീവിതം കൊണ്ട് പുതുതലമുറയ്ക്ക് ലഭിക്കാവുന്ന പുതിയ സന്ദേശങ്ങൾ, ഇവയൊക്കെയാണ് ചിരസ്മരണയിലൂടെ സാംസ്കാരിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഈ ചിരസ്മരണ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് ഈ 7-ാം ദിനത്തിൽ നമ്മൾ ഓർത്തെടുക്കുന്നത് മലയാളിക്ക് എന്നും ഉശിരോടെ അഭിമാനിക്കാവുന്ന ഇന്ത്യയിലെ പ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ ഡോക്ടർ താണു പത്മനാഭനെക്കുറിച്ചാണ്. മലയാളിയായ സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞനാണ് താണു പത്മനാഭൻ എന്ന് നമുക്ക് ഒറ്റ വരിയിൽ വിശേഷിപ്പിക്കാം. 1957 സെപ്റ്റംബർ 10 ജനിക്കുകയും അതുപോലെ തന്നെ സെപ്റ്റംബർ 17 2021 ഈ അടുത്ത് 64-ാമത്തെ വയസ്സിൽ ഹൃദയസ്തംഭനത്തിലൂടെ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്ത മഹാനായ വ്യക്തിത്വം. അദ്ദേഹം പത്മശ്രീ, ഭട്നാഗർ പുരസ്കാരവും അതുപോലെ തന്നെ ബിർള ശാസ്ത്ര പുരസ്കാരത്തിനും ഒക്കെ അർഹനായിട്ടുണ്ട്. ഒപ്പം ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ, വിദേശ യൂണിവേഴ്സിറ്റികളിൽ ഈ അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര നൈപുണ്യത്തെ അടിസ്ഥാനമാക്കി ഒരുപാട് വിദ്യാർത്ഥികളെ അദ്ദേഹം പഠിപ്പിച്ചിട്ടും ഉണ്ട്. ലോകത്തെമ്പാടുമുള്ള ശാസ്ത്ര പഠിതാക്കൾക്ക് വേണ്ടിയിട്ട് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള പഠന ഗവേഷണ ഗ്രന്ഥങ്ങളും ടെക്സ്റ്റുകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആഫ്റ്റർ ദി ഫസ്റ്റ് 3 minutes, ദി സ്റ്റോറി ഓഫ് അവർ യൂണിവേഴ്സ്, തിയററ്റിക്കൽ ആസ്ട്രോഫിസിക്സ്, ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ടു ആസ്ട്രോഫിസിക്സ് തുടങ്ങിയ കൃതികൾ ഏറെ പ്രസിദ്ധമാണ്. അത് ഇന്ന് ലോകോത്തര നിലവാരത്തിൽ പല യൂണിവേഴ്സിറ്റികളിലും പാഠ്യവിഷയങ്ങളും ആണ്. ഏറെ പ്രശസ്തനായ ഭാരതരത്നം ജയന്ത് നർലിക്കറുമൊത്ത് ഗ്രാവിറ്റി ഗേജ് തിയറീസ് ആൻഡ് കോസ്മോളജി എന്നൊരു ഗ്രന്ഥവും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ ഭാഗമായ വിഗ്വാൻ പ്രസാർ പ്രസിദ്ധീകരിച്ച ഭൗതികത്തിൻ്റെ കഥ എന്ന പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് വേണ്ടിയിട്ടും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്ത വലിയ വ്യക്തിത്വമാണ് താണു പത്മനാഭൻ. അദ്ദേഹം ദി ഡോൺ ഓഫ് സയൻസ് എന്ന പുസ്തകം രചിച്ചതിലൂടെ കുറേ കൂടി ശാസ്ത്ര രംഗത്ത് വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട അധ്യാപകനും മാർഗദർശിയുമായി മാറിയിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ സ്മരണീയമാണ്. ഒരുപാട് സംഭാവനകൾ ഇനിയും ശാസ്ത്ര ലോകത്തിന് അന്തർദേശീയ തലത്തിൽ ചെയ്യുവാൻ ബാക്കി വെച്ച ഒരു വലിയ പ്രതിഭയെയാണ് നമുക്ക് അകാലത്തിൽ നഷ്ടമായത്. താണു പത്മനാഭൻ എന്ന് പറയുന്ന ചിരസ്മരണീയനായ ശാസ്ത്രജ്ഞൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ചിരസ്മരണ പ്രണമിക്കുന്നു. ഇന്നത്തെ ചിരസ്മരണയിൽ സ്മൃതി പ്രഭാഷണങ്ങൾ നടത്താൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ പ്രൊഫസർ ഡോക്ടർ ആനന്ദ് നാരായണൻ സാറും അതുപോലെ തന്നെ നമുക്ക് ഏറെ സുപരിചിതനായ കേരള സർവകലാശാലയിലെ കമ്പ്യൂട്ടേഷണൽ ബയോളജി ആൻഡ് ബയോ ഇൻഫോർമാറ്റിക്സ് വിഭാഗം പ്രൊഫസർ, എഴുത്തുകാരൻ കൂടിയായ ഡോക്ടർ അച്യുത് ശങ്കർ സാറും, ഒപ്പം ന്യൂമാൻ കോളേജ് തൊടുപുഴയിലെ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ ജോ ജേക്കബും. ഇതിനൊപ്പം തന്നെ മറ്റൊരു സവിശേഷമായിട്ടുള്ള ഒരു സാന്നിധ്യം ഇവിടെ ഉള്ളത് താണു പത്മനാഭൻ സാറിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ശിഷ്യരിൽ ഒരാൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന കാർത്തിക് രാജീവും ഈ സ്മൃതി പ്രഭാഷണത്തിൽ ചിരസ്മരണയ്ക്ക് ഒപ്പം ചേരുന്നുണ്ട്. IACS കൽക്കത്തയിലെ ഇപ്പോഴത്തെ ഗവേഷണ വിദ്യാർത്ഥിയാണ് ശ്രീ കാർത്തിക് രാജീവ്. അദ്ദേഹത്തിൻ്റെ ഈ അനുസ്മരണ പ്രഭാഷണം ഒരു ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ വലിയ ഇഴയെടുപ്പത്തെ കൂടി അത് മുന്നോട്ട് വയ്ക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ഈ ഒരു വലിയ വ്യക്തിത്വത്തെ ഓർത്തെടുക്കുന്ന ഓർമ്മ പ്രഭാഷണങ്ങളിൽ ഒപ്പം ചേരാനെത്തിയ എല്ലാവർക്കും മഴമിഴിയുടെ ചിരസ്മരണ സ്നേഹാദരം സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ ചിരസ്മരണയിൽ ഡോക്ടർ താണു പത്മനാഭൻ സാറിനെക്കുറിച്ച് പ്രഥമ സ്മൃതി പ്രഭാഷണം നടത്തുന്നത് കേരള സർവകലാശാലയിലെ കമ്പ്യൂട്ടേഷണൽ ബയോളജി ആൻഡ് ബയോ ഇൻഫോർമാറ്റിക്സ് വിഭാഗം മേധാവിയും
എഴുത്തുകാരനും കൂടിയായ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായരാണ്. അദ്ദേഹത്തെ ഏറെ ആദരവോടെ ഈ സ്മൃതി പ്രഭാഷണം നടത്തുവാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു. പക്ഷെ നമുക്കെല്ലാം അറിയാവുന്ന പോലെ അദ്ദേഹം നമ്മുടെ നഗരത്തിലെ ഒരു കലാലയത്തിൽ പഠിച്ച് ഇന്ത്യയിലെ തന്നെ ഒരു ഗവേഷണ സ്ഥാപനത്തിൽ ഗവേഷണം പൂർത്തിയാക്കി ലോക ശാസ്ത്ര സമൂഹത്തിന്റെ നെറുകയിൽ എത്തിച്ചേർന്നിട്ടുള്ള ഒരാളാണ്. മലയാളി എന്ന നിലയിലും ഭാരതീയൻ എന്നുള്ള നിലയിലും ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിലും നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് വളരെ അഭിമാനത്തോടെ ഓർക്കാൻ കഴിയുന്ന ഒരാളാണ്. ഡോക്ടർ താണു പത്മനാഭൻ തിരുവനന്തപുരം നഗരത്തിലെ ഒരു സാധാരണ സർക്കാർ സ്കൂളിലാണ് ആദ്യം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. കരമനയുള്ള ഒരു സ്കൂളിലാണ്, കരമന നദിയുടെ തൊട്ട് കരയിലുള്ള ഒരു സ്കൂളിലാണ് അദ്ദേഹം പഠനം ആരംഭിച്ചത്. അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറയുമ്പോൾ വളരെ ശാസ്ത്ര പ്രതിഭകൾ ഒരുപാടുണ്ടായിട്ടുള്ള ഒരു കലാലയമാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ തലത്തിലൊരാൾ നമുക്കുണ്ടായിട്ടില്ല. യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപകരായിരുന്ന ആൾക്കാർ തന്നെ വലിയ മഹാശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. ഉദാഹരണത്തിന് മിച്ചലിനെ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം ഉണ്ടാക്കിയ മാഗ്നറ്റിക് ലൂപ്പ് അത് നമുക്ക് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ഉപയോഗിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ആ കോളേജിൽ നിന്ന് ചെയ്ത ഒരു പ്രവർത്തനമാണത്. അത്തരത്തിലൊരു കലാലയത്തിൽ അദ്ദേഹം പഠിച്ചപ്പോൾ അതിന്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ, അദ്ദേഹം BSc പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭൗതിക ശാസ്ത്രത്തിലെ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെട്ട ജേണൽ അതിനകത്തൊരു പ്രബന്ധം പ്രസിദ്ധീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതൊരു വലിയ നേട്ടമാണ്. നമ്മൾ സാധാരണ ഞാനൊരു അധ്യാപകൻ എന്നുള്ള നിലയിൽ കാണുന്നത്, നമ്മളൊരു PhD വിദ്യാർത്ഥി പോലും അതിന്റെ ആദ്യ വർഷത്തിൽ ഒരു പ്രബന്ധം പ്രസിദ്ധീകരിക്കാൻ ഉള്ള പാകം ആകാറില്ല. ഒരു 2 വർഷം 3 വർഷം ആകുമ്പോഴാണ് ഗവേഷണ പ്രബന്ധങ്ങൾ വരുന്നത്. പക്ഷെ ഒരു BSc വിദ്യാർത്ഥി ഒരു ഗവേഷണ പ്രബന്ധം പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് അപ്പം തന്നെ നമുക്കൊരു ശാസ്ത്ര പ്രതിഭയുടെ ഒരു വിളയാട്ടം നമുക്ക് അന്ന് തന്നെ ദർശിക്കാമായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം TIFR-ലാണ് അദ്ദേഹത്തിന്റെ ഗവേഷണം പൂർത്തിയാക്കുന്നത്. ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ്, IUCA എന്ന് പറഞ്ഞ സ്ഥാപനം. അതില് വളരെ പ്രഗത്ഭരായിട്ടുള്ള ലോകപ്രശസ്തരായിട്ടുള്ള മറ്റ് ശാസ്ത്രജ്ഞരോട് ഉണ്ടായിട്ടുണ്ട്, ജയന്ത് നാർലിക്കർ. അപ്പോ എനിക്ക് ഇദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്, എന്റെ വ്യക്തിപരമായ ബന്ധത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, കേരള സർവകലാശാലയിലെ വകുപ്പുകൾക്ക് സയൻസ് ആൻഡ് ടെക്നോളജി കൗൺസിൽ അനുവദിച്ചു കൊടുക്കുന്ന ഒരു സാർഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക സ്റ്റാറ്റസ് ഉണ്ട്, സ്പെഷ്യൽ അസിസ്റ്റൻസ് ഓൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ അതിന്റെ വിലയിരുത്തൽ നടത്താൻ, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് വിലയിരുത്തൽ നടത്താനായിട്ട് 10-15 വർഷത്തിന് മുൻപ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഒരു കമ്മിറ്റി വിലയിരുത്തൽ നടത്താനായിട്ട് തുടങ്ങിയത്. ആ സമയത്ത് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോഴെനിക്ക് മനസ്സിലായി, ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ മേഖല അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ശാസ്ത്രത്തെ കുറിച്ചൊരു വളരെ വിശാലമായിട്ടുള്ള ഒരു വീക്ഷണവും മറ്റെല്ലാ വിഷയങ്ങളിലും ശാസ്ത്ര വിഷയങ്ങളിൽ ഒരു കൗതുകവും കാഴ്ചപ്പാടും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നോട് ചോദിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാനൊരു കമ്പ്യൂട്ടർ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനമുള്ള, എന്നാൽ ബയോ ഇൻഫർമാറ്റിക്സ് ജീവശാസ്ത്രത്തിന്റെ വിവരങ്ങളെ അപഗ്രഥിക്കുന്ന മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചത്, നമ്മൾ ഓരോ വ്യക്തിയും അവരുടെ കോശത്തിലെ ജീനോം, അതിനകത്ത് കാണുന്ന DNA ഒരു ബൈനറി നമ്പർ ആയിട്ട് നമ്മൾ കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യർ ഓരോരുത്തർക്കും ഒരു ബാർകോഡ് പോലെ പ്രത്യേകം ഓരോ വ്യക്തിക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം ചർച്ചക്കിടയിൽ ചോദിച്ചു. എനിക്ക് വളരെ കൗതുകകരമായിട്ട് തോന്നി. അത് വളരെ വിശാല വീക്ഷണത്തിൽ നമ്മൾ ഒരു ഇന്റർഡിസിപ്ലിനറി വീക്ഷണത്തിൽ, അന്തർവൈജ്ഞാനിക വീക്ഷണത്തിൽ നോക്കിയാൽ മാത്രമേ അങ്ങനെ കാണാനായിട്ട് സാധിക്കൂ. അതിനുശേഷം പല ചെറിയ കാര്യങ്ങൾ അദ്ദേഹമായിട്ട്
ഇടപഴകൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നതിന് ഒരു മാസം മുമ്പ് അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യത്തിൽ അദ്ദേഹവുമായിട്ട് ഡിജിറ്റലായി ഇടപെടാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായി. അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്നപ്പോ അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം ഗഹനമായ ശാസ്ത്രത്തിൽ ഗവേഷണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം ശാസ്ത്രത്തെ സാധാരണ ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും മനസ്സിലാക്കുന്നതിൽ ഒരുപാട് പ്രവർത്തനം നടത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ നോക്കിയാൽ മനസ്സിലാവും. അദ്ദേഹം വിജ്ഞാൻ പ്രസാർ അവർ വഴി ശാസ്ത്രത്തെക്കുറിച്ചും അതുപോലെ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാനുള്ള രസകരമായ പുസ്തകങ്ങൾ, കാർട്ടൂണുകൾ ഉപയോഗിച്ചിട്ടുള്ള പുസ്തകങ്ങളൊക്കെ അദ്ദേഹവും പത്നിയും കൂടെ ചേർന്ന് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ അതിന്റെ ഒരു വേരുകൾ അന്വേഷിച്ച് ചെന്നാൽ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു സയൻസ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു സംഘടന അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിന്റെ ഒരു രേഖ, അതുമായിട്ട് ബന്ധപ്പെട്ട രേഖ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഒരു ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് ഞാനത് സ്കാൻ ചെയ്ത് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയുണ്ടായി. അപ്പൊ ആ സയൻസ് സൊസൈറ്റി വളരെ പ്രഗത്ഭമായ രീതിയിൽ 1970കളുടെ അവസാനം 80കളുടെ തുടക്കത്തിലൊക്കെ വളരെ പ്രഗത്ഭമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ആ സയൻസ് സൊസൈറ്റിയിൽ നോബൽ കെമിസ്ട്രിയിലെ ഒരു നോബൽ ജേതാവായ വനിതയെ കൊണ്ടുവരികയും യൂണിവേഴ്സിറ്റി കോളേജിൽ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുകയും ചെയ്തു. ഈ സയൻസ് സൊസൈറ്റിയുടെ ഒരു നല്ല കാലം എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ടായിരുന്നു. അന്ന് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയിരിക്കുന്നത് സർ CV രാമന്റെ ശിഷ്യനായിട്ടുള്ള ഡോക്ടർ RS കൃഷ്ണൻ എന്ന് പറഞ്ഞ ഭൗതിക ശാസ്ത്രജ്ഞൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം വൈസ് ചാൻസലർ ആയിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് സഹായം ചെയ്തു കൊടുക്കാൻ ഈ ഡോക്ടർ RS കൃഷ്ണന് സാധിച്ചു. കാരണം അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി കാണും ഇദ്ദേഹം ഒരു ശാസ്ത്ര പ്രതിഭയാണെന്ന്. അപ്പൊ ഈ സയൻസ് സൊസൈറ്റിയുടെ ഒരു ന്യൂസ് ലെറ്റർ ശ്രീ താണു പത്മനാഭൻ പഠനം പൂർത്തിയാക്കിയതിന് ശേഷമുള്ള ന്യൂസ് ലെറ്റർ ഞാൻ കാണുകയും അത് സ്കാൻ ചെയ്ത് ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അദ്ദേഹം സാധാരണ വളരെ മിതഭാഷിയാണ്. പക്ഷെ അദ്ദേഹം വളരെയധികം സന്തോഷത്തോടു കൂടി എൻ്റെ അടുത്ത് ആ വിഷയത്തിൽ സംസാരിച്ചത്. ഇവിടുന്ന് കിട്ടി ഇതിന്റെ ഒരു ചരിത്രം പഠിക്കുകയും അതിനെ ഡോക്യുമെന്റ് ചെയ്യാനായിട്ട് അദ്ദേഹവും സഹപ്രവർത്തകരും അത് കൂടെ അന്ന് കൂടെ പഠിച്ചവരും എല്ലാം ചേർന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇത് കിട്ടിയത് വളരെ സന്തോഷമായി എന്ന് എന്നോട് അദ്ദേഹം പറയുകയും ആ പറഞ്ഞതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ അന്ത്യം ഉണ്ടാകുന്നത്. വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഞാൻ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എടുത്തു കൊടുക്കാമെന്ന് അദ്ദേഹത്തിനോട് വാക്കുകൊടുക്കുകയും ചെയ്തിരുന്നു. അന്നത്തെ കാലത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ ഉണ്ടായിരുന്ന പരമേശ്വരൻ നായർ എന്ന് പറഞ്ഞ വളരെ പ്രശസ്തനായിട്ടുള്ള മറ്റൊരു ഭൗതിക ശാസ്ത്രജ്ഞൻ, ഗണിത ശാസ്ത്രജ്ഞൻ എന്നൊക്കെ പറയാം, അവരുടെയൊക്കെ വിശദാംശങ്ങൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ മരണം കടന്നു വന്നത്. അതുപോലെ മറ്റൊരു വിഷയം, അദ്ദേഹത്തിനുള്ള ശാസ്ത്രത്തിലും ശാസ്ത്രത്തെ ജനകീയമാക്കുന്നതിനുള്ള താല്പര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു കാര്യം, ഞങ്ങളുടെ രണ്ടുപേരുടെയും പൊതു സുഹൃത്തായ ശ്രീ ആനന്ദ് നാരായണൻ. ആനന്ദ് നാരായണന് പരിചയമുണ്ടായിരുന്നു. ഞാൻ തിരുവനന്തപുരത്തെ ഒബ്സർവേറ്ററി ഒരു രംഗമായി വരത്തക്കവണ്ണം വരുന്ന ഒരു നോവൽ, ഒരു ശാസ്ത്രവും ചരിത്രവും കൂടെ രണ്ടിന്റെ ആഖ്യായിക എന്ന് പറയാം, അത്തരത്തിലൊരു നോവൽ 2-3 വർഷത്തിന് മുമ്പ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. തരിപ്പെന്നാണ് നോവലിന്റെ പേര്. അത് ഒബ്സർവേറ്ററിയിൽ ഒരു നമ്മുടെ നാട്ടിലെ അധികം വിദ്യാഭ്യാസമില്ലാത്ത ഒരു കുട്ടി കടന്നു ചെല്ലുമ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആദ്യമായിട്ട് പ്രാഥമികമായിട്ട് സിദ്ധിച്ച ശേഷം കടന്നു ചെല്ലുമ്പോൾ അവിടെ ശാസ്ത്രീയ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കണ്ട് അത്ഭുതപ്പെടുകയും അതില് ഒരുപാട് ഉൾച്ചേരുകയും ഒരു ചെറിയ കണ്ടുപിടുത്തം ഈ കുട്ടി, നമ്മുടെ നാട്ടിലെ ഒരു കുട്ടി കണ്ടുപിടുത്തം നടത്തുന്നതായിട്ടാണ് ആ നോവലിനകത്ത് പരാമർശിച്ചിരിക്കുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അത് അദ്ദേഹം ഈ അനന്ത് നാരായണനിൽ നിന്ന് കേട്ടതിന് ശേഷം ആ പുസ്തകം വായിക്കണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചു. അങ്ങനെ ഞാൻ ആ പുസ്തകം അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അദ്ദേഹം അത് പൂർണ്ണമായിട്ട് വായിച്ചോ എന്ന് അറിയാൻ എനിക്ക് ഭാഗ്യം കിട്ടിയില്ല. പക്ഷെ അത് വായിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്കെല്ലാം എൻ്റെ അടുത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് സന്ദേശം അയച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കതിൽ നിന്ന് മനസ്സിലായെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇത്രയും ഗഹനമായിട്ടുള്ള ശാസ്ത്രം, ലോകത്തിന്റെ തന്നെ അദ്ദേഹത്തിന്റെ മേഖലയിൽ ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന സമയത്ത് പോലും അദ്ദേഹം ശാസ്ത്രത്തെ ജനങ്ങൾക്ക് മനസ്സിലാകത്തക്കവണ്ണം, പ്രത്യേകിച്ച് സർഗാത്മകമായിട്ട് അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തില് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പുറമെ അത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയും കൂടെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. നമ്മുടെ നാട്ടില് ഇത്രയും കോടി ജനങ്ങളുള്ള സ്ഥലത്ത് നമുക്ക് നോബൽ സമ്മാനം, അതുപോലെ ശാസ്ത്രത്തിലെ വലിയ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുന്ന വിരലിലെണ്ണാവുന്ന കാര്യങ്ങളെ നമുക്ക് സാധിച്ചിട്ടുള്ളൂ. അത് നമ്മുടെ മുകളിൽ എപ്പോഴും ഉയരുന്ന ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് 130 കോടിയിലധികം ജനങ്ങളുള്ള സ്ഥലത്ത് എന്തുകൊണ്ട് നമുക്ക് ഇത്രയും കുറച്ച് നോബൽ ജേതാക്കളും ഇത്രയും കുറച്ച് കണ്ടുപിടുത്തങ്ങളും എന്നുള്ള ചോദ്യം.
ആ ചോദ്യത്തിന് ഒരു അപവാദമായിട്ട് നമുക്ക് നിൽക്കുന്നത് ശ്രീ ECG സുദർശനെയും ഡോക്ടർ താണു പത്മനാഭനെയും പോലുള്ളവരാണ്. അവര് നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള വിദ്യാഭ്യാസം കൊണ്ട് തന്നെ ശാസ്ത്രത്തിൽ വളരെ മേൽത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചവരാണ്. അവര് നമ്മുടെ യുവതലമുറയ്ക്കും ശാസ്ത്ര സമൂഹത്തിന് മുഴുവൻ തന്നെ വലിയ പ്രചോദനമായിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ പ്രവർത്തനത്തിന്റെ മാതൃക നമ്മളെ ശാസ്ത്ര പ്രവർത്തനത്തിലെ ഏറ്റവും മികവ് മാത്രമല്ല, ശാസ്ത്രബോധം ജനങ്ങളിൽ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലൂടെ അത്രയും വലിയ ശാസ്ത്രജ്ഞരെ ശ്രമിച്ചിരുന്നു എന്നാണ്. അത് വളരെ വളരെ നല്ല മാതൃകയാണ് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർക്ക്. അതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇപ്പൊ ഞങ്ങളെ പോലുള്ള ആൾക്കാരൊക്കെ ശാസ്ത്രം ജനങ്ങളിൽ എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ ഞങ്ങളെ പോലുള്ളവർ ചെയ്താൽ പോരാ, ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആൾക്കാർ അത് ചെയ്യുമ്പോഴാണ് അതിന് വലിയ ഗുണമുണ്ടാകുന്നത്. അത്തരത്തിലൊരാളായിരുന്നു ശ്രീ ഡോക്ടർ താണു പത്മനാഭൻ. അദ്ദേഹത്തിന്റെ ശാസ്ത്ര പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ശാസ്ത്രത്തിനോട് കാണിച്ചിരുന്ന, ശാസ്ത്രത്തെ കുട്ടികളിലും ജനങ്ങളിലും എത്തിക്കാനായിട്ട് അദ്ദേഹം കാണിച്ചിരുന്നിട്ടുള്ള താല്പര്യം. അതിന് പ്രത്യേകം നമ്മളെല്ലാവരും കടപ്പെട്ടിരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളോട്, ശാസ്ത്രീയ പ്രവർത്തനങ്ങളോട് ഒപ്പം തന്നെ. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അച്യുത് ശങ്കർ സാർ താണു പത്മനാഭൻ എന്ന വലിയ പ്രതിഭയെ വാക്കുകളിലൂടെ അർത്ഥയുക്തമായ രീതിയിൽ വരച്ചിടുകയായിരുന്നു. ഇനി സ്മൃതി പ്രഭാഷണത്തിൽ എത്തുന്നത് ഡോക്ടർ ആനന്ദ് നാരായൺ സാറാണ്. നമുക്കറിയാം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ പ്രൊഫസറും വിഖ്യാതനായിട്ടുള്ള ശാസ്ത്രരംഗത്ത് ഒട്ടേറെ സംഭാവനകൾ നൽകിയ സവിശേഷ വ്യക്തിത്വമാണ് ഡോക്ടർ ആനന്ദ് നാരായൺ സാർ. ഏറെ ആദരവോടെ ആനന്ദ് സാറിനെ സ്മൃതി പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. നമസ്കാരം. എൻ്റെ പേര് ആനന്ദ് നാരായണൻ. തിരുവനന്തപുരത്തുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ജ്യോതിശാസ്ത്ര ഗവേഷകനും അധ്യാപകനുമാണ് ഞാൻ. അസാമാന്യമായ ചിന്താശക്തി കൊണ്ട് വളരെ പെട്ടെന്ന് ജ്യോതിശാസ്ത്രത്തിന്റെ ഉയരങ്ങൾ താണ്ടിയ ഒരു റെയർ ജീനിയസ് ആയിരുന്നു പ്രൊഫസർ താനു പത്മനാഭൻ. ജീനിയസ് എന്ന് എല്ലാ അർത്ഥത്തിലും വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തി. വളരെ പ്രൊലിഫിക് ആയ ഒരു ഗവേഷകൻ. ജ്യോതിശാസ്ത്ര പുസ്തകങ്ങളുടെയും ശാസ്ത്ര ചരിത്ര പുസ്തകങ്ങളുടെയും സയൻസ് ഹിസ്റ്ററി പുസ്തകങ്ങളുടെയും ഗ്രന്ഥകർത്താവ്, ഓഥർ. അതുല്യനായ ഒരു അധ്യാപകൻ. അതുപോലെ തന്നെ എത്ര കോംപ്ലക്സ്, എത്ര ഡിമാൻഡിങ് ആയ ഒരു ടോപ്പിക് ആണെങ്കിലും വളരെ ലളിതമായ രീതിയിൽ അത് അവതരിപ്പിക്കാനുള്ള ഒരു കഴിവുള്ള ഒരു അധ്യാപകൻ. വളരെ ഗിഫ്റ്റഡ് ആയ ഒരു പബ്ലിക് സ്പീക്കർ. ഈ ഗുണങ്ങളെല്ലാം ഉണ്ടായിരുന്ന ഒരു അപൂർവ പ്രതിഭയായിരുന്നു പ്രൊഫസർ പത്മനാഭൻ. അതുകൊണ്ട് തന്നെ ജ്യോതിശാസ്ത്ര വിദ്യാർത്ഥികളുടെയൊക്കെ ഇടയിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആയിരുന്നു തനു പത്മനാഭൻ സാറിനുണ്ടായിരുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ചകൾ, വളരെ ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ, വളരെ ലളിതമായ രീതിയിൽ അദ്ദേഹം വിവരിക്കുന്നത് വിസ്മയത്തോടെ ഒരു മാജിക് കാണുന്ന പോലെ പലപ്പോഴും നോക്കി നിന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഉൾക്കാഴ്ചയോ അഭിപ്രായമോ പ്രസക്തമായ ചോദ്യമോ ഇല്ലാത്ത ഒരു വിഷയം തന്നെ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ശാസ്ത്രലോകത്തെ ഏത് വിഷയമാണെങ്കിലും അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വ്യക്തമായ ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ചില ഇൻസൈറ്റ്സ്, ചില ഉൾക്കാഴ്ചകളും ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ആ ഒരു ബ്രെഡ്ത്ത് ഓഫ് നോളജിനെയാണ് കാണിക്കുന്നത്. എന്തായാലും ഹ്രസ്വമായ ഈ ജീവിതയാത്രയിൽ തനു പത്മനാഭൻ സാറിനെ പോലെയുള്ള ഒരു വ്യക്തിത്വത്തെ അറിയാൻ കഴിഞ്ഞത്, അദ്ദേഹവുമായി കുറച്ച് ആശയങ്ങൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞത്, കുറെ അധികം സമയം ചെലവഴിക്കാൻ കഴിഞ്ഞത് ഞാനൊരു വ്യക്തിപരമായ രീതിയിൽ ഞാനൊരു അനുഗ്രഹമായി തന്നെ കരുതുന്നു. അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള വിയോഗം ശാസ്ത്ര ലോകത്തിന് ഒരു തീരാ നഷ്ടമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പ്രൊഫസർ പത്മനാഭന്റെ ലെഗസി അദ്ദേഹത്തിന്റെ ഗവേഷണ പ്രബന്ധങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളിലൂടെയും ഇനിയും ഏറെക്കാലം തിളങ്ങി നിൽക്കും. സാറിനെ കുറിച്ച് ഓർക്കാൻ ഒരവസരം കൂടി തന്ന ഭാരത് ഭവന് എൻ്റെ നന്ദി അറിയിക്കുന്നു. നമസ്കാരം. ഡോക്ടർ ആനന്ദ് നാരായൺ സാറിൻ്റെ സ്മൃതി ഭാഷണം നമ്മൾ കേട്ടു.
താണു പത്മനാഭൻ എന്ന പ്രതിഭാശാലിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ ചിന്താശേഷിയെയും ശാസ്ത്രരംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകളെയും അധ്യാപകൻ, എഴുത്തുകാരൻ എന്നുള്ള രീതിയിലൊക്കെ താണു പത്മനാഭൻ എന്ന് പറയുന്ന വ്യക്തിത്വം എന്തായിരുന്നു എന്നുള്ള തെളിമയാർന്ന വാക്കുകളാണ് ഡോക്ടർ ആനന്ദ് സാർ നമ്മോട് പറഞ്ഞത്. ഇനി സ്മൃതി ഭാഷണവുമായി എത്തുന്നത് ഡോക്ടർ ജോ ജേക്കബ് സാറാണ്. ന്യൂമാൻ കോളേജ് തൊടുപുഴയിലെ റിട്ടയർഡ് പ്രൊഫസറും ശാസ്ത്ര രംഗത്തൊക്കെ ഒരുപാട് നിരീക്ഷണവും പഠനവുമുള്ള വ്യക്തിത്വമാണ് ഡോക്ടർ ജോ ജേക്കബ് സാർ. അദ്ദേഹം താണു പത്മനാഭൻ സാറിനെ അനുസ്മരിക്കും. കഴിഞ്ഞ സെപ്റ്റംബർ 17 ആകസ്മികമായി നമ്മെ വിട്ടുപിരിഞ്ഞ പ്രശസ്ത സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞൻ പ്രൊഫസർ താണു പത്മനാഭൻ്റെ വിയോഗം ശാസ്ത്രലോകത്തിന് ഒരു തീരാനഷ്ടം തന്നെയാണ്. എന്നെ സംബന്ധിച്ച് വളരെ അടുപ്പം സൂക്ഷിച്ച അദ്ദേഹത്തിൻ്റെ അകാലത്തിലുള്ള മരണം വലിയൊരു ദുഃഖമായി അവശേഷിക്കുന്നു. സൈദ്ധാന്തിക പ്രപഞ്ചശാസ്ത്രത്തിൽ തനതായ ഒരു ഗവേഷണ പന്താവ് വെട്ടിത്തുറക്കാൻ ചങ്കൂറ്റം കാണിച്ച അദ്ദേഹം ഗുരുത്വ ഗവേഷണത്തിൽ പുതിയ ഒരു ശൈലി തന്നെ കൊണ്ടുവരുന്നതിൽ വിജയിച്ച പ്രഗത്ഭമതിയാണ്. ഐസക് ന്യൂട്ടൺ തുടങ്ങിവെച്ച പ്രപഞ്ചത്തിലെ അതിപ്രധാനമായ ഗുരുത്വ ബലത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ കൂടുതൽ സദൃഢവും സമൂലവുമാക്കുന്നതിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വ്യതിരിക്തമായ കാഴ്ചപ്പാട് വഴിതെളിച്ചു. ഗുരുത്വത്തെ ഒരു ബലത്തേക്കാൾ ഉപരി സ്ഥലകാല വർത്തുളതയായി ചിത്രീകരിച്ചത് വിപ്ലവകരമായ ഒരു ആശയം തന്നെ ആയിരുന്നു. ബലങ്ങളുടെ സംയോജനം ശാസ്ത്രലോകത്ത് സുപ്രധാനമായ ഒരു സമസ്യയായിരുന്നത് ഒട്ടൊക്കെ പരിഹരിക്കുന്നതിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ പൂർവാർദ്ധത്തിൽ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞിരുന്നു. ഗുരുത്വബലത്തെ സംയോജിപ്പിക്കാനാവാത്തതിൽ നിന്നും ഒരുപക്ഷെ ലക്ഷ്യത്തിലല്ല മാർഗത്തിലാണ് തെറ്റുപറ്റിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിനായുള്ള വ്യത്യസ്തമായ മാർഗത്തിൻ്റെ പണിപ്പുരയിലായിരുന്നു പ്രൊഫസർ പത്മനാഭൻ എന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച ഗവേഷണ പ്രബന്ധങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ നൂതന കാൽവയ്പിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആകസ്മികമായ വേർപിരിയൽ ഈ ഗവേഷണ മേഖലയിൽ ഒരു നിശ്ചലാവസ്ഥയ്ക്ക് കാരണമായെന്ന് വിവക്ഷിക്കാവുന്നതാണ്. ഒരു ശാസ്ത്രജ്ഞൻ എന്നതോടൊപ്പം ഒരു ദാർശനികൻ കൂടിയായിരുന്നു പ്രൊഫസർ പത്മനാഭൻ. അദ്ദേഹത്തിൻ്റെ ദാർശനികമായ കാഴ്ചപ്പാടുകളുടെ ഒരു പ്രതിഫലനം അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് ദർശിക്കാനാവും. വെബ്സൈറ്റിൻ്റെ രീതി തന്നെ വ്യത്യസ്തമാണ്. നമ്മുടെ ഭവനം സന്ദർശിക്കുന്ന ഒരു അതിഥിയെ സ്വീകരിക്കുന്ന തരത്തിലാണ് നമ്മെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്. സ്വന്തം ഗവേഷണത്തെയും ജീവിതത്തെയും അധ്യാപനത്തെയും പരിചയപ്പെടുത്തുന്നതോടൊപ്പം വായനക്കാർക്കായി ചില ശാസ്ത്ര സമസ്യ ഞുറുങ്ങുകളും അദ്ദേഹം ഒരുക്കുന്നുണ്ട്. വെബ്സൈറ്റിൻ്റെ ആമുഖത്തിൽ തന്നെ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അക്ബറിൻ്റെയും ടാൻസൻ്റെയും ഒരു കഥയാണത്. അക്ബറുടെ കൊട്ടാരത്തിലെ സംഗീതജ്ഞനായ ടാൻസൻ്റെ കഴിവിൽ അത്ഭുതം കൂറിയ ചക്രവർത്തി അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സംഗീതജ്ഞനായി വാഴ്ത്തുന്നു. ആ സമയം ടാൻസൻ അദ്ദേഹത്തോട് പറയുന്നു, ഞാനല്ല ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനായ സംഗീതജ്ഞൻ, എന്നേക്കാൾ വലിയവനായ ഒരാൾ, ഒരു മഹർഷി നമ്മുടെ രാജ്യത്ത് തന്നെ യമുനയുടെ അടുത്ത് ജീവിക്കുന്നു എന്ന് പറയുകയുണ്ടായി. ആ അവസരത്തിൽ ചക്രവർത്തിയുടെ ആവശ്യപ്രകാരം അവർ രണ്ടുപേരും കൂടി യമുനാ നദിയുടെ സമീപത്ത് എത്തിപ്പെടുകയും സന്യാസി അറിയാതെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ സംഗീതാലാപനം ശ്രവിക്കുകയും ചെയ്യുന്നു. സംഗീതം ശ്രവിച്ച ചക്രവർത്തിക്ക് വളരെ വ്യതിരിക്തത അതിൽ അനുഭവപ്പെടുകയും ടാൻസൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നിട്ട് കൂടി എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പോലെ പാടാനാവാത്തത് എന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നു. ആ അവസരത്തിൽ ടാൻസൻ മറുപടിയായി പറയുന്നു, മഹാത്മാവേ, അദ്ദേഹം പാടുന്നത് യമുനയ്ക്ക് വേണ്ടിയാണ്, ഞാൻ പാടുന്നത് അങ്ങേക്ക് വേണ്ടിയും. ഇത് ആത്മകഥാപരമായ ഈ ഒരു കഥ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി നമുക്ക് ബന്ധപ്പെടുത്താവുന്നതാണ്. ഈ കഥയിൽ പ്രൊഫസർ പത്മനാഭൻ്റെ ഗവേഷണ മഹത്വത്തിൻ്റെ കാരണം അദ്ദേഹം
സ്വന്തമായ ഒരു ചോദനയാൽ ഗവേഷണം നടത്തുന്നതാണ്, മറ്റാർക്കും വേണ്ടിയല്ല, മറ്റെന്തെങ്കിലും പുരസ്കാരങ്ങൾക്കോ ഒന്നും വേണ്ടിയല്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഉൾവിളിയിൽ നിന്നാണ് അത് നടത്തുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് അദ്ദേഹം ഈ കഥ അവിടെ വിവരിച്ചത് എന്ന് ഞാൻ വിവക്ഷിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ദാർശനികമായ കാഴ്ചപ്പാടുകൾ ഏറെയും വെളിവാകുന്നത് വെബ്സൈറ്റിൽ തന്നെ ഉത്തരങ്ങൾ എന്ന പേരിൽ അദ്ദേഹം ചേർത്തിരിക്കുന്ന ഒരു ലേഖനത്തിലൂടെയാണ്. ഒരുപക്ഷെ ജീവിതത്തെ മഥിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തരം ഇവിടെയുണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അതിനെ അവതരിപ്പിക്കുന്നത്. തുടക്കത്തിൽ തന്നെ അത്തരത്തിലുള്ള ധാരാളം ചോദ്യങ്ങൾ അദ്ദേഹം അവിടെ കുറിച്ചു വയ്ക്കുന്നുണ്ട്. ഉദാഹരണമായി ജീവിതത്തിൻ്റെ അർത്ഥമെന്ത്, ദൈവമുണ്ടോ, പ്രപഞ്ചം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നിങ്ങനെയുള്ള വളരെ ഗഹനമായ ചോദ്യങ്ങളോടൊപ്പം പാൻകേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറയുന്നത് അദ്ദേഹം ചേർക്കുമ്പോൾ നമുക്ക് ഊഹിക്കാനാവും അദ്ദേഹം മുന്നോട്ട് നർമ്മരസപ്രധാനവും ആയ ഒരു ലേഖനമാണ് ഉദ്ദേശിക്കുന്നത് എന്ന്. പിന്നീട് കടന്നു പോകുന്ന വഴിയിൽ അദ്ദേഹം ഈ സമസ്യകളെയൊക്കെയും കൈകാര്യം ചെയ്യുന്നതിന് ഇടയിൽ ഒരു പക്ഷേ വായനക്കാരനെ ആദ്യമൊന്ന് ചുറ്റിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയേക്കാം. അദ്ദേഹം അതൊരു ഹാസ്യരൂപേണ ചെയ്തതാണ് എന്ന് നമുക്ക് വിവക്ഷിക്കാനായിട്ടാവും. അതിനുശേഷം അദ്ദേഹം ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരങ്ങളുടെ അന്വേഷണം ദീർഘമായി വിവരിച്ചു പോകുമ്പോൾ അടിസ്ഥാനപരമായി നമ്മളുടെ ചോദനകളെയും അതോടൊപ്പം തന്നെ നമ്മുടെ ബുദ്ധിയിൽ ജീവിച്ചു പോകുന്ന അവസരത്തിൽ ഉണ്ടാകുന്ന മുദ്രണങ്ങളെയും കുറിച്ച് സംസാരിക്കുന്നു. ഈ മുദ്രണങ്ങളുടെ ആവശ്യമില്ലാത്ത ഇടപെടലുകളാണ് യഥാർത്ഥത്തിൽ ജീവിതത്തെ ദുരിതപൂർണമാക്കുന്നത് എന്നുള്ള ഒരു നിഗമനത്തിലാണ് അദ്ദേഹം എത്തുന്നത്. നമ്മളുടെ ചിന്തകളെ, നമ്മുടെ ചുറ്റുപാടും നിന്ന് നമ്മൾ സ്വാംശീകരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് അടുക്കും ചിട്ടയോടും കൂടി അല്ലെങ്കിൽ നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് നമുക്ക് അവയെ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നത് മൂലം നമ്മുടെ ജീവിതത്തിൽ ദുഃഖം അകറ്റാനാവും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഇതോടൊപ്പം തന്നെ അദ്ദേഹം ഭഗവത്ഗീതയെ സംബന്ധിച്ചുള്ള ഒരു ലേഖനവും ആ വെബ്സൈറ്റിൻ്റെ ഭാഗമായി ചേർത്തിട്ടുണ്ട്. ഭഗവത്ഗീതയെ സംബന്ധിച്ചാണ് അദ്ദേഹം വിവരിക്കുന്നത് എന്നുണ്ടെങ്കിലും മറ്റ് വേദഗ്രന്ഥങ്ങളെയെല്ലാം തന്നെ അദ്ദേഹം പരോക്ഷമായി പരാമർശിക്കുന്നുണ്ട്. വേദഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നതെല്ലാം തന്നെ മനുഷ്യർക്ക് നന്നായി ജീവിക്കുന്നതിന് വേണ്ടുന്ന ഒരു നിർദ്ദേശ പുസ്തകം ആണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ തീവ്രമായി മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ നെറ്റി ചുളിയുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഹാസ്യരൂപേണയും അതോടൊപ്പം തന്നെ വളരെ ഗഹനവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിൽ കൈകാര്യം ചെയ്യുന്ന രീതി നമുക്ക് എപ്പോഴും വളരെ ഹൃദ്യമായി അനുഭവപ്പെട്ടേക്കാം. ഭഗവത്ഗീതയിലെ ഓരോ വാക്യങ്ങളെയും അദ്ദേഹം എടുത്ത് അത് ജീവിതഗന്ധിയായി അവതരിപ്പിക്കുന്നുണ്ട്. അർജുനന് ഉണ്ടാവുന്ന വിഷാദം എങ്ങനെയാണ് ആ വിഷാദം തീർക്കുന്നത് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഗീത എഴുതിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള ധാരാളം വിഷാദങ്ങളെയും അവയെ എങ്ങനെ തരണം ചെയ്യാമെന്നും ഉള്ളതാണ് അദ്ദേഹം ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ഉദരപൂരണത്തിന് വേണ്ടി വേദഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ വളച്ചൊടിച്ച് ഉപയോഗിക്കുന്ന പുരോഹിത വൃന്ദത്തിനെ കളിയാക്കുന്നതിലും അദ്ദേഹം ഇതിനിടയിൽ അവസരം കണ്ടെത്തുന്നു എന്നുള്ളത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാവുന്ന കാര്യമാണ്. അദ്ദേഹം ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരണത്തിലൂടെ എത്തിച്ചേരുന്നത് മനുഷ്യ ബുദ്ധിയെയും അതുപോലെ തന്നെ ബുദ്ധിയുടെ വ്യാപാരങ്ങളെയും സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലാണ്. അവസാനമായി അദ്ദേഹം ദൈവമുണ്ടോ എന്നും മറ്റുമൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു വരുമ്പോൾ ഒരു പക്ഷേ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ബുദ്ധി ഉപയോഗിച്ച് വേണ്ട രീതിയിലുള്ള കൺട്രോളുകൾ ഏർപ്പെടുത്താൻ കഴിഞ്ഞെന്നാൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനാവുമെന്നും അതിനായിട്ട് ഒരു വ്യക്തിപരമായ ദൈവത്തിൻ്റെ ആവശ്യം ഒരുപക്ഷെ ഇല്ലെന്നും അദ്ദേഹം വിവക്ഷിക്കുന്നു. എന്നാൽ വ്യക്തിപരമായ ഒരു ദൈവത്തിൻ്റെ ആവശ്യം തോന്നുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അത് തുടരാനാവുമെന്നും കൂടി അദ്ദേഹം പറയുമ്പോൾ അനുവാചകരായിട്ടുള്ള ആളുകളിലേക്ക് അദ്ദേഹം സന്നിവേശിപ്പിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ദൈവിക ചിന്ത എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമല്ലെന്നും യുക്തിസഹജമായി ജീവിതത്തെ കണ്ടാൽ ജീവിതം സാർത്ഥകമാകാനാവുമെന്നും എന്നാൽ ദൈവിക ചിന്ത വേണമെന്ന് താല്പര്യമുള്ളവർക്ക് അത് ആകാമെന്നും എന്നുള്ള രീതിയിൽ സൂചിപ്പിച്ച് അദ്ദേഹം ആ ലേഖനം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
ഇത്തരത്തിലുള്ള ദാർശനികമായ, വളരെ ആഴത്തിലുള്ള ദാർശനികമായ കാഴ്ചപ്പാടുകൾ വളരെ നർമ്മരസപ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വെബ്സൈറ്റ് തീർച്ചയായിട്ടും വളരെ വിജ്ഞാനപ്രദമാണ്. അതുകൊണ്ട് തന്നെ അനുവാചകരായിട്ടുള്ളവരോട് ഞാൻ ആ വെബ്സൈറ്റ് സന്ദർശിക്കാനായിട്ട് ആഹ്വാനം ചെയ്യുക. അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന പൂനെയിലെ ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സിൽ അയൂക്ക, അവിടെ വിസിറ്റിംഗ് അസോസിയേറ്റായ എനിക്ക് അദ്ദേഹവുമായി അടുത്ത് ഇടപഴകാനും വിദ്യാർത്ഥികൾക്കായി അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാനും അദ്ദേഹം കേരളം സന്ദർശിച്ച അവസരങ്ങളിൽ പലപ്പോഴും ഒപ്പം യാത്ര ചെയ്യാനുമൊക്കെയുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന അദ്ദേഹത്തിന് ഈ നാടിനോടും നാട്ടുകാരോടുമുള്ള മമതയും സ്നേഹവും അദ്ദേഹത്തോടൊത്തുള്ള സംഭാഷണത്തിൽ അടുത്തറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മലയാള സിനിമകൾ കാണാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹത്തിന് നാട്ടിലെ വിശേഷങ്ങൾ അറിയാൻ എപ്പോഴും കൗതുകമുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ സാധാരണ സ്കൂളിലും യൂണിവേഴ്സിറ്റി കോളേജിലും പഠിച്ച് മികവ് തെളിയിച്ച് സൈദ്ധാന്തിക ഭൗതിക രംഗത്ത് അതികായനായി വളർന്ന ഈ മലയാളി ശാസ്ത്രജ്ഞൻ ശാസ്ത്രകുതികളായ വിദ്യാർത്ഥികൾക്ക് എക്കാലവും ഒരു പ്രചോദനമായിരിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. അടുത്തയിട അദ്ദേഹം പ്രശസ്തമായ കേരള ശാസ്ത്ര പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഉടനെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹത്തിൻ്റെ ജീവിതവും ഗവേഷണവും അധികരിച്ച് ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ ലേഖനത്തെ സംബന്ധിച്ച്, അതിൻ്റെ പ്രസിദ്ധീകരണം വരുന്നതിനെ സംബന്ധിച്ച് പ്രസിദ്ധീകരണത്തിന് ഒരാഴ്ച മുന്നേ ടെലിഫോണിൽ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു. ദീർഘമായ സംസാരത്തിൽ അദ്ദേഹം ആ ലേഖനം നല്ല രീതിയിൽ അത് എഴുതിയിരിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള സന്തോഷം അറിയിച്ചു. അതോടൊപ്പം സുഹൃത്തുക്കളായ ആസ്ട്രോണമി രംഗത്തുള്ള കേരളത്തിലെ സുഹൃത്തുക്കൾക്ക് അത് പരിചയപ്പെടുത്തണം, അങ്ങനെ ഒരു ലേഖനം വരുന്നുവെന്ന് അറിയിക്കുന്ന ചുമതലയും എന്നെ ഏൽപ്പിക്കുകയുണ്ടായി. ചില അവസരങ്ങളിൽ ഞങ്ങൾ ചില സ്ഥലങ്ങൾ കാണാൻ പോവുകയും ഒരുമിച്ച് താമസിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസരത്തിൽ ഒത്തിരിയേറെ അടുത്ത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് മനസ്സിലായ അദ്ദേഹത്തിൻ്റെ ചില സ്വഭാവവിശേഷങ്ങൾ കൂടിയാണ് ഞാനിവിടെ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഏറ്റവും പ്രത്യേകമായി അദ്ദേഹത്തിൽ ശ്രദ്ധിച്ച ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അത് തുറന്ന് സംസാരിക്കുന്ന പ്രകൃതക്കാരനാണ്. അത് മറ്റുള്ള ആളുകളെ വളരെ അടുത്ത് പെരുമാറുന്ന അവസരത്തിലും അദ്ദേഹത്തിന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഈ ഒരു സ്വഭാവം കൊണ്ട് തന്നെ ചില അവസരങ്ങളിലെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലും മറ്റുമൊക്കെ ചുരുക്കം ചിലർ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതുകൂടാതെ കൊണ്ട് ഞാൻ അദ്ദേഹത്തിൽ കണ്ട ഒരു സ്വഭാവ സവിശേഷത അദ്ദേഹത്തിൻ്റെ കൃത്യനിഷ്ഠയാണ്. ഓരോ കാര്യങ്ങളിലും അദ്ദേഹം നിശ്ചയിച്ചുറപ്പിച്ച സമയത്ത് അദ്ദേഹം അത് പൂർത്തിയാക്കി അടുത്ത പരിപാടിയിലേക്ക് കടക്കുന്നത് സാധാരണമായി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുകയുണ്ടായി, ഇത്രയധികം പുസ്തകങ്ങളൊക്കെ എഴുതാൻ എങ്ങനെയാണ് സമയം കിട്ടുക എന്ന്. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് വളരെ എളുപ്പമാണ്. ഓരോ ദിവസവും നമ്മൾ 2 മണിക്കൂർ അതിനായി ചെലവഴിക്കുമെന്ന് നിഷ്കർഷിച്ചാൽ അത് കൃത്യമായി പാലിച്ചാൽ മാത്രം മതി എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ നിന്നും കേട്ടിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ഒരു കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന സമയത്ത് മറ്റു കാര്യങ്ങളൊന്നും ഉൾപ്പെടുകയില്ല. ഒരുപക്ഷെ ചുറ്റുപാട് നടക്കുന്നതിനെക്കുറിച്ച് പോലും അദ്ദേഹം അറിയുകയില്ല. അതിനാൽ തന്നെ അയൂക്കയിൽ നടക്കുന്ന സോഷ്യൽ ഗാദറിങ്ങിലൊന്നും അദ്ദേഹം ഒരു സാന്നിധ്യമേ ആയിരുന്നില്ല. കാരണം അതിനേക്കാളൊക്കെയും മേന്മയോടുകൂടി അല്ലെങ്കിൽ മെച്ചമായ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാനാവും ആ സമയം ചെലവഴിച്ചെന്നാൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ദിനചര്യയിലായിരിക്കും ആ സമയങ്ങളിൽ ഒക്കെ. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത ഞാൻ അദ്ദേഹവുമായിട്ടുള്ള ഇടപെടലുകളിലും അതുപോലെ അയൂക്കയിലുള്ള മീറ്റിങ്ങുകളിലും വെച്ചുമൊക്കെ ശ്രദ്ധിക്കുന്നത്, സാമൂഹ്യ പരിപാടികളിൽ, അതായത് സോഷ്യൽ ഗാദറിങ്ങിലൊന്നും അദ്ദേഹം പൊതുവേ ഒരു സാന്നിധ്യമല്ലായിരുന്നുവെങ്കിലും അവിടെ നടക്കുന്ന എല്ലാ ശാസ്ത്ര ക്ലാസ്സുകളിലും അതുപോലെ വിദ്യാർത്ഥികളുടെ പ്രസൻറ്റേഷൻസിലും എല്ലാം അദ്ദേഹം എത്തുമായിരുന്നു. മാത്രവുമല്ല, ഒരു പരിധിവരെ വിദ്യാർത്ഥികൾ അവിടെ അവരുടെ ഗവേഷണ പഠനങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവർക്ക് കൃത്യമായും ഒരു പേടി ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്നും അറിഞ്ഞിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം ഈ പ്രഭാഷണത്തിൻ്റെ അവസാനം അദ്ദേഹത്തിൻ്റേതായ കൃത്യമായ സംശയങ്ങൾ ചോദിച്ചിരിക്കും. ആ സംശയങ്ങളൊക്കെയും ഈ വിദ്യാർത്ഥി ഒരുപക്ഷെ അയാളുടെ പ്രഭാഷണത്തിൽ വിട്ടുപോയ കാര്യങ്ങളൊന്നും തന്നെ വിടാതെ പിടിച്ച് അദ്ദേഹം കൃത്യമായി ചോദ്യങ്ങൾ ചോദിച്ച് മികവ് ഉറപ്പുവരുത്തുന്ന ഒരു രീതി അദ്ദേഹത്തിൽ പ്രത്യേകമായി കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ മികവിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഉണ്ടായിരുന്ന ആളായിരുന്നില്ല താണു പത്മനാഭൻ എന്നുള്ളത് വളരെ പ്രസ്താവ്യമായിട്ടുള്ളൊരു കാര്യമാണ്.
അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ തന്നെ പറഞ്ഞ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഗവേഷണം നിശ്ചിതമായ സമയത്തിനുള്ളിൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ കൃത്യമായി ചെയ്യുന്നു എന്നുള്ള കാര്യം അദ്ദേഹം ഉറപ്പുവരുത്തിയിരുന്നു. അത്ര കർക്കശക്കാരനായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും വിദ്യാർത്ഥികളെ അദ്ദേഹം വളരെയധികം സ്നേഹിച്ചിരുന്നു. അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ, എന്തെങ്കിലും ഒരു മാനസികമായ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിക്കുകളോ അല്ലെങ്കിൽ അസുഖങ്ങളോ ഒക്കെ ഉണ്ടായാൽ കൃത്യമായി അവരെ അന്വേഷിക്കാനും അവരുടെ രോഗം മുക്തമാകുന്നവരെ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ജോലികളിൽ നിന്ന് വിടുതൽ നൽകാനുമൊക്കെ അദ്ദേഹം പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു. മാത്രവുമല്ല, അദ്ദേഹം പല അവസരങ്ങളിലും വിദ്യാർത്ഥികളെയും ഒക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. അങ്ങനെ 2 അവസരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭവനം സന്ദർശിക്കാനും അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയായ കാർത്തിക്കിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭവനം സന്ദർശിക്കാനും ദീർഘനേരം സംഭാഷണത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായ സംഭാഷണത്തിലായിരിക്കാനും ഒക്കെയുള്ള അവസരം എനിക്ക് ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളം സന്ദർശിച്ച 1-2 അവസരങ്ങളിൽ ഇടുക്കി ജില്ലയിലെ മനോഹരമായ പ്രദേശങ്ങൾ ഒന്നിച്ച് അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായി ഒന്നിച്ച് സന്ദർശിക്കാനും അങ്ങനെ ഒത്തിരിയേറെ അടുത്ത് സംസാരിക്കാനുള്ള അവസരവുമൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ എന്നും ദീപ്തമായ ഒരു സ്മരണയായി കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പ്രപഞ്ചത്തിലെ ഏറെ പ്രധാനപ്പെട്ട ഗുരുത്വ ബലത്തെക്കുറിച്ചും അതുപോലെ തന്നെ താണു പത്മനാഭൻ സാറ് അന്വേഷിച്ച ശാസ്ത്രീയ വഴികളെക്കുറിച്ചുമൊക്കെ ഏറെ അർത്ഥഗർഭമായ രീതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ജോ ജേക്കബ് സാർ അനുസ്മരണ ഭാഷണം നടത്തി. ഇനി അനുസ്മരണ പ്രഭാഷണവുമായി എത്തുന്നത് താണു പത്മനാഭൻ സാറിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ കാർത്തിക് രാജീവാണ്. IACS കൽക്കത്തയിലെ ഗവേഷക വിദ്യാർത്ഥിയാണ് കാർത്തിക് രാജീവ്. അതോടൊപ്പം തന്നെ താണു പത്മനാഭൻ സാറിൻ്റെ അവസാനത്തെ ശിഷ്യരിൽ ഒരാൾ, ഏറെ ഇഷ്ടപ്പെട്ട ഒരാൾ എന്നുള്ള രീതിയിൽ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെയും ശാസ്ത്രബോധത്തിൻ്റെയും ഒക്കെ ഉൾത്തുടിപ്പാർന്ന വാക്കുകൾക്ക് നമുക്ക് കാതോർക്കാം. കാർത്തിക് രാജീവിനെ ഏറെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. ലോകപ്രശസ്ത സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന പ്രൊഫസർ താണു പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും പ്രിയപ്പെട്ട പാഡി ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഗവേഷണ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഗുരുത്വാകർഷണം, പ്രപഞ്ചഘടനാ രൂപീകരണം, ക്വാണ്ടം ഭൗതികം എന്നിങ്ങനെ വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നവയാണ്. തൻ്റെ ശാസ്ത്ര ഗവേഷണത്തിന് പുറമെ ശാസ്ത്രത്തെ ജനകീയമാക്കുവാനും അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചിരുന്നു. ഭൗതിക ശാസ്ത്രത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അഭിനിവേശവും ഗവേഷണത്തിനായി അദ്ദേഹം സ്വീകരിച്ചിരുന്ന അസാധാരണമായ ചിട്ടയും തികച്ചും മാതൃകാപരമായിരുന്നു. അദ്ദേഹം എഴുതിയ നിരവധി ലേഖനങ്ങളും പുസ്തകങ്ങളും അതേപോലെ വളരെയേറെ മികച്ചവയായ അനേകം പ്രഭാഷണങ്ങളും ലോകമെമ്പാടുമുള്ള അതുപോലെ തന്നെ അക്കാദമിക് ഇതര സമൂഹത്തിന് വളരെയധികം പ്രയോജനം നേടിക്കൊടുക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഗവേഷണ വിദ്യാർത്ഥികളിൽ ഒരാളാകാൻ കഴിഞ്ഞത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. 2014 ഞാൻ ആദ്യമായി പാഡിയെ കാണുന്നത്. ഒരു സമ്മർ പ്രോജക്റ്റ് വിദ്യാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഗവേഷണം ചെയ്യാൻ അന്ന് പൂനെയിലെ അയ്യുക്ക സന്ദർശിക്കുകയായിരുന്നു ഞാൻ. അന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിന്റെ കവാടത്തിൽ ആദ്യമായി മുട്ടുമ്പോൾ അനുഭവപ്പെട്ട ആകാംക്ഷയും ഭയവുമൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നു. സത്യം പറഞ്ഞാൽ അദ്ദേഹം ഒരു തികഞ്ഞ പെർഫെക്ഷനിസ്റ്റ് ആണെന്നും ഗവേഷണത്തിലെ ഗുണമേന്മയുടെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു എന്നും നേരത്തെ കേട്ടിരുന്നതിനാൽ എന്തോ ഒരു പരുക്കനായ വ്യക്തിയാണ് ഞാൻ അന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളരെ സൗഹാർദ്ദപരമായ മനോഹരമായ ഒരു പുഞ്ചിരിയോടെയാണ് അന്ന് അദ്ദേഹം എന്നെ ഓഫീസിലേക്ക് സ്വാഗതം ചെയ്തതെന്ന് ഞാൻ വ്യക്തമായി ഓർക്കുന്നു. അന്നു മുതൽ അദ്ദേഹവുമായി പിന്നീട് ഞാൻ നടത്തിയ സംഭാഷണങ്ങൾ, ഇടപെടലുകളും ഒക്കെ ഭൗതികശാസ്ത്രത്തോടും പൊതുവെ ജീവിതത്തോടും ഉള്ള എൻ്റെ സമീപനത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു മലയാളിയാണെങ്കിലും ഭൗതികശാസ്ത്രത്തെക്കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം ഒരിക്കലും മലയാളത്തിൽ എന്നോട് സംസാരിച്ചതായി ഞാൻ ഓർക്കുന്നില്ല. എന്നിരുന്നാലും ചിലപ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ
ബ്ലാക്ക് ബോർഡിൽ ചില കണക്കുകൂട്ടലുകൾ നടത്തുമ്പോൾ അറിയാതെ തെറ്റുപറ്റിയാൽ അല്പ പരിഹാസവും നർമ്മവും ഒക്കെ ചേർന്ന സ്വരത്തിൽ ശുദ്ധ മലയാളത്തിൽ അദ്ദേഹം സംസാരിക്കുമായിരുന്നു. പലപ്പോഴും ഇങ്ങനെയൊക്കെ ഉള്ള സംഭാഷണങ്ങളിൽ പഴഞ്ചൊല്ലുകളും മറ്റ് സാഹിത്യ റെഫറൻസുകളും ഒക്കെ അദ്ദേഹം കൊണ്ടുവരുമായിരുന്നു. ചിലപ്പോഴൊക്കെ എനിക്ക് അവയുടെ ഒന്നും കൃത്യമായ പൊരുൾ മനസ്സിലായില്ലെങ്കിൽ പോലും അദ്ദേഹം മലയാളത്തിലേക്ക് മാറുമ്പോൾ ഞാൻ എവിടെയെങ്കിലും പിഴവ് വരുത്തിയിട്ടുണ്ടത് എന്ന ബോധം എനിക്ക് വരുമായിരുന്നു. എൻ്റെ ഓർമ്മയിൽ പാഡി എന്നെ ഒരു ഗവേഷണ വിദ്യാർത്ഥിയായി സ്വീകരിക്കുന്ന ദിവസം തന്നെ എന്നോട് പറഞ്ഞിരുന്നു, ഫിസിക്സ് ചർച്ച ചെയ്യാൻ എനിക്ക് അദ്ദേഹത്തെ ഏത് ദിവസവും ഏത് നേരവും ഫോൺ വിളിച്ച് സംസാരിക്കാം എന്ന്. പക്ഷെ പതുക്കെയാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് രണ്ടു വശത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു പാലം പോലെയുള്ള ഒരു കരാറായിരുന്നു എന്ന്. ഏത് ദിവസവും ഏത് നേരത്തും ഭൗതികശാസ്ത്രത്തെ സംബന്ധിക്കുന്ന കൗതുകകരമായ ഗവേഷണ പ്രബന്ധങ്ങളും അതേപോലെ അവയെ ഗഹനമായി പഠിക്കുവാനുള്ള മാർഗങ്ങളും ചർച്ച ചെയ്യാൻ അദ്ദേഹം വിളിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. കുറേയേറെ കാര്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് സംഗ്രഹിച്ച് പറയാൻ അസാമാന്യ കഴിവുള്ള ആളായിരുന്നു അദ്ദേഹം. അതിനാൽ തന്നെ കുറച്ചു നേരം മാത്രം വരുന്ന ഫോൺ സംഭാഷണങ്ങളിൽ പോലും ചിലപ്പോഴൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തീർത്തിരിക്കാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ അനുവാദത്തോടെ ചിലപ്പോഴൊക്കെ ഞാൻ ഈ ടെലിഫോൺ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് പതിവായി. പിന്നീട് അദ്ദേഹം തന്നെ ഞങ്ങളുടെ നേരിട്ടുള്ള സംഭാഷണങ്ങൾ പോലും ആവശ്യമെങ്കിൽ എന്നോട് റെക്കോർഡ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്രകാരം കുറേ ഓഡിയോ റെക്കോർഡിങ്സ് ഇന്നും എൻ്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. അവയൊക്കെ എൻ്റെ ഏറ്റവും വിലപ്പെട്ട നിധി എന്നോണം ഞാൻ എക്കാലവും സൂക്ഷിക്കുന്നതായിരിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഗവേഷണത്തിൻ്റെ ഗുണമേന്മയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. എക്സലൻസ് ഈസ് നോട്ട് നെഗോഷ്യബിൾ എന്ന് പലപ്പോഴേ അദ്ദേഹം ഉദ്ധരിച്ച് കേട്ടിട്ടുണ്ട്. ചില വേളയിലെങ്കിലും എന്നെ പോലെയുള്ള വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം ആവശ്യപ്പെടുന്ന ഇപ്രകാരമുള്ള ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ അല്പമെങ്കിലും പ്രയാസം തോന്നിയിരിക്കാം. എന്നിരുന്നാലും തൻ്റെ വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യവും സന്തോഷവും സൗകര്യവും ഒക്കെ അദ്ദേഹം വളരെ നന്നായി ശ്രദ്ധിച്ചിരുന്നു. ഉദാഹരണത്തിന് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന വർഷങ്ങളിൽ എനിക്കിടയ്ക്ക് ഒരു വ്യക്തിപരമായ പ്രശ്നം നേരിടേണ്ടി വന്നു. കുറച്ചുനാൾ എൻ്റെ ഗവേഷണത്തിൽ കൃത്യമായി ശ്രദ്ധിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത് എത്തുകയുണ്ടായി. പാഡി കൃത്യമായി ഇത് മനസ്സിലാക്കുകയും എന്നോട് ഒരു നീണ്ട വെക്കേഷൻ എടുത്ത് റിലാക്സ് ചെയ്യാൻ നിർദ്ദേശിച്ചു. ഗവേഷണവും പീച്ചടിയും ഒക്കെ തീർക്കാനുള്ള സമയവും കെൽപ്പും എനിക്കുണ്ടെന്ന് അദ്ദേഹം എന്നെ ധൈര്യപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ ഉപദേശം ഞാൻ സ്വീകരിക്കുകയും അത് പിന്നീടുള്ള എൻ്റെ കാര്യക്ഷമതയെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുകയും ചെയ്തു. ഭാഗ്യവശാൽ പിന്നീട് എനിക്ക് എൻ്റെ ബാച്ചിലെ തന്നെ ഏറ്റവും ആദ്യമേ തീസിസ് വയ്ക്കുന്ന വിദ്യാർത്ഥിയാകാൻ സാധിച്ചത് അദ്ദേഹം തന്ന ബലം കാരണമാണ് എന്ന് ഞാനിന്ന് നന്ദിയോടെ ഓർക്കുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ പാഡി ഒരു സൂപ്പർവൈസർ എന്നതിനുപരി എനിക്കൊരു ഗുരു എന്ന രീതിയിലാണ് ഞാനും അതേപോലെയുള്ള അദ്ദേഹത്തിൻ്റെ മറ്റ് വിദ്യാർത്ഥികളും അദ്ദേഹത്തെ കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഈ അവസരത്തിൽ എൻ്റെ വ്യക്തിപരമായ വിചാരങ്ങളെക്കാൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ചില ഗവേഷണങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ട് നിർത്തുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് ഞാൻ വിചാരിക്കുന്നു. 300ഓളം വരുന്ന അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധങ്ങൾ മുഴുവൻ സംഗ്രഹിച്ച് പറയാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതിനാൽ ഓരോ ദശകങ്ങളിലായി അദ്ദേഹം മുന്നോട്ട് വെച്ച ഏറ്റവും ശ്രദ്ധേയമായ ആശയങ്ങളും സൈദ്ധാന്തിക പദ്ധതികളും ഒക്കെ ഞാൻ ചുരുക്കി പറയാൻ ശ്രമിക്കാം. സൈദ്ധാന്തിക ഭൗതികശാസ്ത്രം ഇന്ന് നേരിടുന്ന പ്രധാന
വെല്ലുവിളികളിൽ ഒന്ന് ഗുരുത്വബലത്തെ ക്വാണ്ടം സിദ്ധാന്തവുമായി സംയോജിപ്പിക്കുക എന്നതാണ്. മറ്റടിസ്ഥാന ബലങ്ങളായ വൈദ്യുത കാന്തിക ബലവും ആണവ ബലങ്ങളും ഇതിനോടകം തന്നെ ക്വാണ്ടം സിദ്ധാന്തവുമായി സംയോജിപ്പിച്ചിട്ടുള്ളവയാണ്. ഇന്നുവരെയും ഗുരുത്വബലത്തെ ഈ രീതിയിൽ മെരുക്കിയെടുത്തിട്ടില്ലാത്തതിന് പ്രധാന കാരണം ഗുരുത്വബലം പരമ്പരാഗത അർത്ഥത്തിലുള്ള ഒരു ബലമല്ല എന്നത് തന്നെയാണ്. ഗുരുത്വബലത്തെ വിശദീകരിക്കാൻ സ്ഥലവും കാലവും സംയോജിപ്പിച്ച സ്പേസ് ടൈം അഥവാ സ്ഥലകാലം എന്ന സങ്കല്പം മതിയായേ തീരും. മറ്റു ബലങ്ങളെ പറ്റി പഠിക്കുമ്പോൾ ഓരോ ബലത്തിനും അനുയോജ്യമായ മണ്ഡലങ്ങളെ അഥവാ ഫീൽഡ്സിനെ സ്ഥായിയായ ഒരു സ്ഥലകാലത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സാധാരണ പരിഗണിക്കുന്നത്. എന്നാൽ ഐൻസ്റ്റൈൻ്റെ പൊതു ആപേക്ഷിക സിദ്ധാന്തമനുസരിച്ച് സ്ഥലകാലത്തിൻ്റെ ചില ജ്യാമിതീയമായ സ്വഭാവങ്ങളാണ് ഗുരുത്വബലമായി നമുക്ക് അനുഭവപ്പെടുന്നത്. അതിനാൽ ഗുരുത്വബലം പഠിക്കുമ്പോൾ സ്ഥായിയായ ഒരു സ്ഥലകാലത്തിന് പകരം ചലനാത്മകമായ ഒന്നിനെ പരിഗണിക്കേണ്ടി വരുന്നു. ഇപ്രകാരം ചലനാത്മകമായ ഒരു സ്ഥലകാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ ക്വാണ്ടം സിദ്ധാന്തത്തെ ഉൾപ്പെടുത്തുക എന്നതാണ് ഇന്ന് സൈദ്ധാന്തിക സമസ്യയായി അവശേഷിക്കുന്നത്. 1980-കളിൽ പ്രൊഫസർ പത്മനാഭനും അദ്ദേഹത്തിൻ്റെ സഹകാരികളും ഒരു സമർത്ഥമായ സൈദ്ധാന്തിക സമീപനം ഈ അവസരത്തിൽ സ്വീകരിച്ചു. സ്ഥലകാലത്തിൻ്റെ മുഴുവൻ ചലനാത്മക സാധ്യതകളെയും പരിഗണിക്കുന്നതിന് പകരം അവർ കൺഫോമൽ ഫ്ലക്ച്വേഷൻസ് എന്ന് സാങ്കേതികമായി പറയുന്ന ഒരു പ്രത്യേക സ്വഭാവത്തെ മാത്രം പരിഗണിക്കുന്ന ലളിതമായ ഒരു മാതൃക പഠനവിധേയമാക്കി. ക്വാണ്ടം സിദ്ധാന്തവുമായി ഈ മാതൃകയെ താരതമ്യേന അനായാസം സംയോജിപ്പിക്കാം എന്നവർ സമർത്ഥിച്ചു. അവരുടെ പഠനഫലങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ഘടനകളെക്കുറിച്ചും സ്ഥലകാലത്തെക്കുറിച്ചും പ്രധാനപ്പെട്ട ഉൾക്കാഴ്ചകളാണ് നമുക്ക് നൽകിയത്. ഉദാഹരണത്തിന്, രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം അവ എത്ര അടുപ്പിച്ചാലും ഒരു നിശ്ചിത അളവിൽ താഴില്ല എന്ന വളരെ വിചിത്രമായ ഒരു നിരീക്ഷണം അവരുടെ പഠന ഫലങ്ങളിലൊന്നായിരുന്നു. 1990-കളിൽ അദ്ദേഹം കൂടുതൽ ജ്യോതിശാസ്ത്ര മേഖലയിലുള്ള ഗവേഷണങ്ങൾ ചെയ്യുകയുണ്ടായി. ഘടനാരൂപീകരണം, അതായത് പ്രപഞ്ചത്തിൽ എങ്ങനെ സംഭവിക്കുന്നു എന്നതിനെപ്പറ്റി ആയിരുന്നു അദ്ദേഹം കൂടുതലും ചിന്തിച്ചിരുന്നത്. ഘടനാരൂപീകരണം മനസ്സിലാക്കുന്നതിന് ഗവേഷകർ വളരെ കാര്യക്ഷമമായ കമ്പ്യൂട്ടർ സിമുലേഷനുകൾ മറ്റും വികസിപ്പിച്ചിട്ടുണ്ട്. അതല്ലാതെ ഘടനാരൂപീകരണത്തിനെ മനസ്സിലാക്കാൻ, ഗണിതശാസ്ത്രപരമായി മനസ്സിലാക്കാൻ, സൈദ്ധാന്തികമായി മനസ്സിലാക്കാൻ ഇന്നും നമുക്ക് വ്യക്തമായി സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സിമുലേഷനുകൾ വ്യക്തമായ പ്രവചനങ്ങൾ നടത്താൻ നമ്മെ സഹായിക്കുന്നുവെങ്കിലും അവ പലപ്പോഴും ഘടനാ രൂപീകരണത്തെ പറ്റി വ്യക്തമായ ഉൾക്കാഴ്ച നൽകുന്നില്ല. കൂടുതലായ ഉൾക്കാഴ്ച ലഭിക്കണം എങ്കിൽ പ്രാവർത്തികമായ സൈദ്ധാന്തിക പദ്ധതികൾ വികസിപ്പിക്കേണ്ടതുണ്ട്. ഇത് ലക്ഷ്യമാക്കി സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് മുതലായ സൈദ്ധാന്തിക ഭൗതികശാസ്ത്രത്തിലെ വിവിധ മേഖലകളെ വിനിയോഗിച്ചുകൊണ്ട് പ്രൊഫസർ പത്മനാഭൻ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങളാണ് നടത്തിയത്. പിന്നീട് 2000 ഒക്കെ ആകുന്നതോടെ അദ്ദേഹം കൂടുതൽ പ്രപഞ്ചശാസ്ത്രത്തിലെ ഏറ്റവും വലിയ ഒരു സൈദ്ധാന്തിക സമസ്യയായ കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് പ്രോബ്ലം എന്ന മേഖലയിലാണ് കൂടുതൽ പ്രവർത്തിച്ചിരുന്നത്. നമ്മുടെ പ്രപഞ്ചം ത്വരിതഗതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് നിരീക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്രകാരമുള്ളൊരു വികസനം സൂചിപ്പിക്കുന്നത് നമ്മുടെ പ്രപഞ്ചത്തിന് കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് അഥവാ പ്രപഞ്ച സ്ഥിരാങ്കം എന്നൊരു മൗലിക സ്ഥിരാങ്കമുണ്ടെന്നാണ്.
ഇപ്രകാരമുള്ള നിരീക്ഷണങ്ങൾ വിവരിക്കുവാൻ വേണ്ടി ഈ പറഞ്ഞ പ്രപഞ്ച സ്ഥിരാങ്കം ഒരു ചെറിയ പോസിറ്റീവ് മൂല്യമായിരിക്കണം എന്നാണ് വിലയിരുത്തുന്നത്. മറുവശത്ത് ക്വാണ്ടം ഫീൽഡ് സിദ്ധാന്തം അനുസരിച്ച് ശൂന്യതയ്ക്ക് ഒരു നിശ്ചിത ഊർജമുണ്ടെന്നും പ്രപഞ്ച സ്ഥിരാങ്കത്തിന്റെ ഒരു ഭാഗം ഈ ഊർജമാണെന്നും സൈദ്ധാന്തികമായി കാണുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ വാക്വം എനർജി അല്ലെങ്കിൽ ശൂന്യതയുടെ ഊർജം എന്ന് വിളിക്കുന്ന ഊർജം, അതിൻ്റെ മൂല്യം സൈദ്ധാന്തികമായി നമ്മൾ കണക്ക് കൂട്ടിയാൽ പ്രപഞ്ച സ്ഥിരാങ്കത്തിൻ്റെ മൂല്യത്തേക്കാൾ വളരെ അധികമാണെന്നാണ് കാണുന്നത്. അതിനാൽ പ്രപഞ്ച സ്ഥിരാങ്കത്തിൻ്റെ ഉത്ഭവവും സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രത്തിൽ ഉത്തരവില്ലാത്തൊരു കടങ്കഥയായിട്ടാണ് ഇപ്പോഴും അവശേഷിക്കുന്നത്. ഈ പ്രശ്നത്തെയാണ് പ്രപഞ്ച സ്ഥിരാങ്ക സമസ്യ അല്ലെങ്കിൽ കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് പ്രോബ്ലം എന്ന് വിളിക്കുന്നത്. പ്രൊഫസർ പത്മനാഭന്റെ നിരീക്ഷണത്തിൽ ഈ പറഞ്ഞ പ്രപഞ്ച സ്ഥിരാങ്ക സമസ്യ പരിഹരിക്കാൻ ആഴത്തിലുള്ള തലത്തിൽ ഗുരുത്വ ബലം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന വസ്തു അല്ല എന്ന് സംബന്ധിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ. ഗുരുത്വാകർഷണവും അതേപോലെ തന്നെ സ്ഥലകാലവും കൂടുതൽ സൂക്ഷ്മഘടനകളിൽ നിന്നും ഉയർന്നു വരുന്ന ഒന്നായിരിക്കണം എന്നാണ്. അതായത് ഉദാഹരണത്തിന് അനേകം H2O തന്മാത്രകൾ കൂടിച്ചേർന്ന് നമ്മൾ ജലമെന്ന് വിളിക്കുന്ന ഒരു ദ്രവ്യം രൂപപ്പെടുന്നു വരുന്നത് പോലെ. 2010 അതിനോട് ശേഷമുള്ള വർഷങ്ങളിലും അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ഗുരുത്വബലത്തെ ഒരു ഉരുത്തിരിഞ്ഞു വരുന്ന പ്രതിഭാസമാണ് എന്ന് സൈദ്ധാന്തികമായി തെളിയിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നു. അതായത് സ്ഥലകാലത്തെ വിവരിക്കുന്നത് ഐൻസ്റ്റൈൻ്റെ സമവാക്യങ്ങളിലൂടെയാണ്. അങ്ങനെയെങ്കിൽ സ്ഥലകാലവും സൂക്ഷ്മഘടനയിൽ നിന്നും ആവിർഭവിച്ചു വരുന്ന ഒന്നാണ് എന്ന് എങ്ങനെ സൈദ്ധാന്തികമായി സമർത്ഥിക്കും? ഇതിനുള്ള ഉത്തരം ഐൻസ്റ്റൈൻ്റെ സമവാക്യങ്ങളിൽ തന്നെ അടങ്ങിയിരിക്കുന്നു എന്നാണ് പ്രൊഫസർ പത്മനാഭനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കാണിച്ചത്. അതായത് ഐൻസ്റ്റൈൻ്റെ സമവാക്യങ്ങൾ ഒരു നിശ്ചിത രീതിയിൽ ക്രമീകരിക്കുമ്പോൾ അവ ദ്രവ്യങ്ങളെ വിശദീകരിക്കുന്ന സമവാക്യങ്ങൾ ആയി രൂപപ്പെടുന്നു എന്ന് അവർ വ്യക്തമായി കാണിച്ചു. അതേപോലെ തന്നെ ഐൻസ്റ്റൈൻ്റെ സമവാക്യങ്ങൾ മറ്റൊരു രീതിയിൽ രൂപീകരിച്ച് നമ്മൾ എഴുതിയാൽ അവ തെർമോഡൈനാമിക് സമവാക്യങ്ങളുടെ രൂപം ഏറ്റെടുക്കും. ഇതൊക്കെ സ്ഥലകാലവും സൂക്ഷ്മഘടനയിൽ നിന്നും ആവിർഭവിച്ചു വരുന്നതാണ് എന്നതിൻ്റെ ശക്തമായ സൂചനയായി കാണാൻ സാധിക്കും. പക്ഷേ അങ്ങനെയെങ്കിൽ ദ്രാവകത്തിന് തന്മാത്രകൾ എന്നതുപോലെ സ്ഥലകാലത്തിൻ്റെ സൂക്ഷ്മഘടന എന്തായിരിക്കും? ഭൗതികശാസ്ത്രത്തിൽ എന്നേക്കുമായി വിപ്ലവം സൃഷ്ടിക്കാൻ ഉതകുന്ന ഒന്നായിരിക്കും പത്മനാഭൻ നിരന്തരം പരിഗണിച്ചിരുന്ന ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. സ്ഥലകാലം ഗുരുത്വാകർഷണത്തെ വിവരിക്കുന്ന അടിസ്ഥാന വസ്തു അല്ല എന്ന് പരിഗണിച്ചാൽ ക്വാണ്ടം സിദ്ധാന്തത്തെ ഗുരുത്വബലവുമായി സംയോജിപ്പിക്കുന്നതിൽ നമ്മൾ ഇന്ന് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, സൈദ്ധാന്തികമായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ പറ്റും എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നാൽ ഈ പറഞ്ഞ രീതിയിൽ സ്ഥലകാലത്തെ എങ്ങനെ ഒരു സൂക്ഷ്മഘടനയിൽ നിന്നും ആവിർഭവിക്കുന്ന ഒന്നാണ് എന്ന് ഉള്ളതിൻ്റെ കൂടുതൽ ഗവേഷണം ഇനിയും നടന്നേ തീരൂ. എന്നാൽ ഗുരുത്വബലത്തിൻ്റെ സൂക്ഷ്മഘടന എന്താണ് എന്ന ഈ ചോദ്യത്തിന് ഉത്തരം നമുക്കൊക്കെ നൽകുന്നതിന് മുൻപ് തന്നെ
അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം നമ്മളെയൊക്കെ വിട്ട് പോയി. എന്നാലും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും മറ്റു വിദ്യാർത്ഥികളും അദ്ദേഹത്തിൻ്റെ ഈ ഗവേഷണപാത സ്വീകരിച്ച് ഇതിനൊരു ഉത്തരം കണ്ടെത്തുന്നു. അത് ഗുരുത്വപരമായി സംബന്ധിക്കുന്ന ഏറ്റവും വലിയ ഒരു വിപ്ലവത്തിലേക്ക് നയിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. ഉന്നത ചിന്താശേഷിയുള്ള ഒരു പ്രതിഭയെ ഓർത്തെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മളിലേക്ക് പറഞ്ഞ് അറിയിക്കുമ്പോൾ ആ ഓർമ്മകളെ അനുഭവമാക്കി തീർക്കുക, അത് കാലത്തിന് അപ്പുറത്തേക്ക് കരുതി വെക്കാവുന്ന വാക്കുകളും വരികളുമാക്കി മാറ്റുക എന്നുള്ള സവിശേഷമായിട്ടുള്ള സ്മൃതി പ്രഭാഷണങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഇനി ഇവിടെ നമുക്ക് നാളെ ഇവിടെ ഒരു അനുസ്മരണ പ്രഭാഷണത്തിൻ്റെ ചിരസ്മരണയുടെ 8ാം ദിനത്തിൽ എത്തുന്നത് ഇന്ത്യൻ ചലച്ചിത്ര വേദിയിലെ എക്കാലത്തെയും നിത്യഹരിത നായകൻ എന്ന് നമുക്ക് ശക്തമായിട്ട് പറയാവുന്ന ദിലീപ് കുമാറിൻ്റെ ദീപ്തമായ ഓർമ്മകളുമായിട്ടാണ്. നാളെ ഇവിടെ പ്രേംപ്രകാശ് സാറും ജോസ് പ്രകാശ് സാറിൻ്റെ അനുജൻ എന്നുള്ള രീതിയിൽ കൂടി നമുക്ക് പ്രേംപ്രകാശ് സാറിനെ വിശേഷിപ്പിക്കേണ്ടതുണ്ട്. പ്രേംപ്രകാശ് സാറും അതുപോലെ തന്നെ ആർ ഗോപാലകൃഷ്ണൻ എന്ന ഫോട്ടോഗ്രാഫറും എഴുത്തുകാരനുമായിട്ടുള്ള വ്യക്തിത്വവും ദിലീപ് കുമാറിനെ വളരെ ശ്രദ്ധേയമായ രീതിയിൽ ഓർത്തെടുക്കും. ഇന്നത്തെ ചിരസ്മരണ ഇവിടെ അവസാനിക്കുന്നതിന് മുൻപേ ഇന്നിവിടെ സ്മൃതി ഭാഷണങ്ങളുമായി എത്തിയ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതിലേക്ക് ഭാരത് ഭവൻ എക്സിക്യൂട്ടീവ് മെമ്പർ പ്രിയപ്പെട്ട റോബിൻ സേവ്യറെ സവിനയം ക്ഷണിക്കും. നമസ്കാരം. 50 വർഷങ്ങൾക്ക് മുമ്പ് അനന്തപുരിയിലെ കരമനയിലെ അഗ്രഹാര തെരുവിൽ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളുടെ ഇടയിൽ നിന്ന് ഒരു വിളി, ഡായ് വെൽ ഡൺ പത്മനാഭ. അഭിനന്ദനമായിരുന്നില്ല, അത് കളിയാക്കലായിരുന്നു. പിടിക്കാവുന്ന ഒരു ക്യാച്ച് വിട്ടുകളഞ്ഞതിലുള്ള ക്യാപ്റ്റൻ്റെ നീരസം. ആ പിടിവിട്ട താണു പത്മനാഭൻ വളരെ ഉയർന്ന് താണ് ലോകമെങ്ങും അറിയപ്പെടുന്ന താണു പത്മനാഭനായി മാറി. 20ാം വയസ്സിൽ ക്വാണ്ടം തിയറിക്ക് അനുബന്ധമായി അദ്ദേഹം തയ്യാറാക്കിയ പ്രബന്ധം ഇന്ത്യൻ സയൻസ് അക്കാഡമി ജേണലിൽ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് ക്വാണ്ടം സ്വാമിയായി അദ്ദേഹം മാറി. അനന്തപുരിയുടെ സ്വന്തം പത്മനാഭൻ ട്രിവാൻഡ്രം സയൻസ് ക്ലബിൻ്റെ സജീവ പ്രവർത്തകൻ കൂടിയായിരുന്നു. കണക്കിനെ അതിരറ്റ് സ്നേഹിച്ച കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന് SMV സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ അപ്പ ഒരു കട്ടി പുസ്തകം സമ്മാനമായി നൽകി. ജ്യേഷ്ഠദേവൻ്റെ യുക്തിഭാഷയായിരുന്നു അത്. മലയാള ഭാഷയിൽ എഴുതപ്പെട്ട ആദ്യ ഗണിതശാസ്ത്ര ഗ്രന്ഥം. അത് സ്വായത്തമാക്കിയോടുകൂടി കാൽക്കുലസ് അദ്ദേഹത്തിൻ്റെ വരുതിയിലായി. പിന്നീട് ഒട്ടേറെ ഉയരങ്ങൾ അദ്ദേഹം കീഴടക്കി. ലോകത്തിലെ തന്നെ പ്രതിഭാശാലികളായ 30 ഭൗതിക ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായി അദ്ദേഹം മാറുകയും ചെയ്തു. 13 പുസ്തകങ്ങൾ, 295 ഗവേഷണ പ്രബന്ധങ്ങൾ, 50 ശാസ്ത്രലേഖനങ്ങൾ, 16 PhD-കാരെ തയ്യാറാക്കൽ. ശാസ്ത്രപ്രചരണത്തിൽ തൽപരനായ അദ്ദേഹം ഏകദേശം 300-ലധികം ജനകീയ ശാസ്ത്ര പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രപഞ്ചോൽപത്തിയിലെ ആദ്യത്തെ 3 മിനിറ്റിന് ശേഷം സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിൻ്റെ കഥ പറയുന്ന പുസ്തകം 1998 പുറത്തിറക്കുമ്പോൾ അത് സ്വന്തം മകൾ ഹംസത്തിനാണ് അദ്ദേഹം സമർപ്പിച്ചത്. മകൾക്കൊപ്പം കളിക്കുവാനായി ഉള്ള ഒരു കൊച്ചു പുസ്തകം എന്നാണ് ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം അതിനെപ്പറ്റി വിശേഷിപ്പിച്ചത്. അതുപോലെ അതീവ ലളിതവും ഹൃദ്യവുമായി ഭൗതിക ശാസ്ത്രത്തിൻ്റെ കഥ കോമിക് ചിത്രകഥാരൂപത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. രാജഭരണകാലത്ത് തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വൈസ് ചാൻസലറായി ആൽബർട്ട് ഐൻസ്റ്റീനെ ക്ഷണിച്ച കഥ നമുക്കേവർക്കും അറിയാം. എന്നാൽ അതുപോലെ അറിയപ്പെടാത്ത ഒരു കഥ കൂടിയുണ്ട്. 2006 അതുപോലെയുള്ള ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന താണു പത്മനാഭൻ സാറിനെയും കേരള സർവകലാശാല വൈസ് ചാൻസലറാകാനുള്ള ഒരു ക്ഷണം അദ്ദേഹം സ്നേഹത്തോടെ നിരസിക്കുകയാണ് ഉണ്ടായത്. കേരളത്തിലെ
അന്തർ സർവകലാശാല പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. ഒരു ഉന്നത ശാസ്ത്ര സ്ഥാപനം ഉയർന്നു വരണം എന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചിരുന്നു. എന്തായാലും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിട്ടു എന്നത് വളരെ ചാരിതാർത്ഥ്യമേകുന്നു എന്ന് പ്രത്യേകിച്ച് പറയട്ടെ. ഇത് തീർച്ചയായും അദ്ദേഹത്തിനുള്ള ഒരു ഗുരുദക്ഷിണയായി മാറും എന്നും ഉറപ്പാണ്. ഇന്ത്യയിലെ ഒട്ടുമിക്ക വിദ്യാർത്ഥികളും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് പാഡി എന്നായിരുന്നു. പാഡിയുടെ ഫിസിക്സ് ക്ലാസ്സുകൾ ശരിക്കും വളരെ പ്രശസ്തമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ക്ലാസ്സിൻ്റെ രീതി തന്നെ രണ്ട് കൈ കൊണ്ടും എഴുതുന്ന അപൂർവ പ്രതിഭാശാലി കൂടിയായിരുന്നു അദ്ദേഹം. അതായത് ഒരു ബോർഡിൽ ക്ലാസ് തുടങ്ങുമ്പോൾ ആദ്യം ഇടതുവശത്ത് ഒരു കൈ വെച്ച് അദ്ദേഹം ആ പ്രധാനപ്പെട്ട വിഷയത്തെപ്പറ്റി ആദ്യം എഴുതും. എന്നിട്ട് അതുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു സിദ്ധാന്തം അദ്ദേഹം വലതുവശത്ത് മറ്റേ കൈ കൊണ്ട് എഴുതും. എന്നിട്ട് ഇടത്തുനിന്നും വലത്തുനിന്നും എഴുതി ഏറ്റവും അവസാനം നടുക്കെത്തുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളുമായിട്ടുള്ള ബന്ധം അദ്ദേഹം സ്ഥാപിച്ചിരിക്കും. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലിൻ്റെ ആ രീതി. ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന ആ മുത്തുമണികൾ, രത്നങ്ങൾ, വജ്രങ്ങൾ, ഇത് ഓരോ ആ ക്ലാസ്സിൽ നിന്ന് ലഭിക്കുന്ന ആ അറിവ് അത് അമൂല്യമായിരുന്നു ഓരോ വിദ്യാർത്ഥികൾക്കും. ഭൗതിക ശാസ്ത്രത്തിൻ്റെ കെട്ടഴിക്കുമ്പോഴും അദ്ദേഹത്തിലെ മലയാളിത്തം ഒരിക്കലും മാഞ്ഞുപോയിരുന്നില്ല. ഈ തിരക്കിനിടയ്ക്കും മമ്മൂട്ടിയുടെ CBI ഡയറിക്കുറിപ്പ് പോലുള്ള സിനിമകൾ കാണാൻ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. ഒപ്പം കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം വായിക്കുമായിരുന്നു. കമലഹാസൻ്റെ എല്ലാ സിനിമകളും തിയേറ്ററിൽ പോയി കണ്ടിരുന്ന വ്യക്തിയും കൂടിയാണ് നമ്മുടെ സ്വന്തം താണു പത്മനാഭൻ. അടുത്ത തലമുറയ്ക്ക് പ്രചോദനമായി തീരുന്ന ഒരു ശാസ്ത്രകാരനായി തീരുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. തീർച്ചയായും താണു അങ്ങ് എന്നും എല്ലാവരുടെയും, എല്ലാ വിദ്യാർത്ഥികളുടെയും, പ്രത്യേകിച്ചും അനന്തപുരി നിവാസികളുടെയും, ഇന്ത്യയിലെ ഓരോ ഭാരതീയൻ്റെയും മനസ്സിൽ ജീവിക്കും എന്ന് ഉറപ്പാണ്. ഇന്ന് ചിരസ്മരണയിൽ നമ്മോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവച്ച് ആദ്യമായി സംസാരിച്ചത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഡോക്ടർ അച്യുതശങ്കർ എസ് നായർ സാറാണ്. കേരള സർവകലാശാലയിലെ കമ്പ്യൂട്ടേഷണൽ ബയോളജി ആൻഡ് ബയോ ഇൻഫർമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവിയും എഴുത്തുകാരനും സംഗീതജ്ഞനും IT മേഖലയിലെ വിഖ്യാതനുമാണ് ഡോക്ടർ അച്യുതശങ്കർ എസ് നായർ സാറ്. അദ്ദേഹം വളരെ ദീർഘമായി തന്നെ താണു പത്മനാഭൻ സാറിനെ പറ്റി സംസാരിച്ചു. അച്യുതശങ്കർ സാറിന് സാംസ്കാരിക വകുപ്പിൻ്റെയും ഭാരതഭവൻ്റെയും പേരിലുള്ള നന്ദി, സ്നേഹം പ്രത്യേകം അറിയിച്ചുകൊള്ളുന്നു. പ്രൊഫസർ ഡോക്ടർ ആനന്ദ് നാരായണൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പ്രൊഫസർ കൂടിയാണ്. അദ്ദേഹം വളരെ ആധികാരികമായി തന്നെ താണു പത്മനാഭൻ സാറിനെ പറ്റി സംസാരിച്ചു. സാറിന് പ്രത്യേകം നന്ദി സാംസ്കാരിക വകുപ്പിൻ്റെ ഭാരതഭവൻ്റെയും അറിയിക്കുകയാണ്. ഡോക്ടർ ജോ ജേക്കബ്, റിട്ടയർഡ് പ്രൊഫസർ, ന്യൂമാൻ കോളേജ് തൊടുപുഴ. അദ്ദേഹവും തൻ്റെ സുഹൃത്തിൻ്റെ വേർപാടിലുള്ള സങ്കടം നാമുമായി പങ്കുവച്ചു. ജോ ജേക്കബ് സാറിനും സാംസ്കാരിക വകുപ്പിൻ്റെയും ഭാരതഭവൻ്റെയും നന്ദി പ്രത്യേകം അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന ശിഷ്യരിൽ ഒരാളെന്ന് പറയാവുന്ന ശ്രീ കാർത്തിക് രാജീവ്. അദ്ദേഹം ICAS കൽക്കട്ടയിലെ ഗവേഷക വിദ്യാർത്ഥിയാണ്. കാർത്തിക് രാജീവ് അദ്ദേഹത്തിൻ്റെ ആ സ്നേഹോഷ്മള ബന്ധം വളരെ ഹൃദയസ്പൃക്കായ രീതിയിൽ നാമുമായി പങ്കുവച്ചു. നന്ദി കാർത്തിക് രാജ്, നന്ദി. ഇന്ന് ഈ ചടങ്ങിൽ ആമുഖ ഭാഷണം നടത്തിയത് ഭാരതഭവൻ മെമ്പർ സെക്രട്ടറി ശ്രീ പ്രമോദ് പയ്യന്നൂരാണ്. പ്രമോദ് പയ്യന്നൂരിന് ഔപചാരികരുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ഈ ചിരസ്മരണയിൽ ഒത്തുചേർന്ന എല്ലാ സുമനസ്സുകൾക്കും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. What we see as space-time, in my mind, is, and there is a lot of evidence for it, is made of something like what I would call the atoms of space. So technically you would call it microscopic degrees of freedom. Let us go back to, again, a couple of centuries, and suppose I give you a glass of water and you want to know what it is made of. You might have thought that you need experiments working at angstrom scales to discover that water is made of atoms. This is complete nonsense. You don't need that. If I give you a glass of water, and if you are as clever as Boltzmann, the Austrian physicist, you could have said that it is made of atoms, because you can heat water.
When you are heating water, you are putting energy into water. And the water must have a way of storing this energy. If it does not have this way of storing energy, it cannot exhibit heat phenomena or thermal phenomena. So the very fact that matter exhibits thermal phenomena tells you that matter is made of atoms. ഇല്ല, ഭൂമിക്ക് ഒരു നാശം ഉണ്ടാകുമെന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, നക്ഷത്രങ്ങൾക്ക് മരണമുണ്ടെന്ന്, സൂര്യന് മരണമുണ്ട്. സൂര്യൻ്റെ മരണത്തിന് ശേഷം ഭൂമി അതിനെ അവശേഷിക്കത്തില്ല. ഭൂമിയിൽ നമ്മൾ കാണുന്ന ജീവജാലങ്ങളും ഭൂമിയെ പോലുള്ളൊരു ജീവിതവും ഭൂമി തന്നെ, വെൻ സൺ എക്സ്പാൻഡ്സ് ആസ് എ സൂപ്പർനോവ, ഒരു റെഡ് ജയൻറ്റ് സ്റ്റാറായിട്ട് അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഈ നമ്മുടെ പ്ലാനറ്ററി സിസ്റ്റം തന്നെ അതിനകത്ത് വരും. ഇറ്റ് വിൽ എൻഗൾഫ് ദി ഹോൾ പ്ലാനറ്ററി സിസ്റ്റം. ഭൂമിയുടെ അടുത്തുള്ള പ്ലാനറ്ററി സിസ്റ്റം വിച്ച് ഈസ് ഗോയിങ്. അതുകൊണ്ട് ഭൂമിക്കൊരു മരണം ഉണ്ടെന്ന് പറയുന്നതിൽ സംശയമൊന്നുമില്ല.